ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇത് ഓണത്തിൻ്റെ മുന്നേ ഉള്ള ഒരു ദിവസമാണ്. ഉത്രാടം ദിനത്തിൽ നമുക്ക് ആക്ച്വലി ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് വന്നു, ട്രിവാൻഡ്രത്ത് എത്തി. അങ്ങനെ രാവിലെ തന്നെ ഒരുങ്ങി നല്ല പട്ട് സാരിയൊക്കെ ഉടുത്ത് റെഡിയായി നിൽപ്പുണ്ട്. സാരി ഇഷ്ടപ്പെട്ടോ, സാരി മെയിനായിട്ട് എനിക്ക് ചേരുന്നുണ്ടോ എന്ന് പറയണം. ബിക്കോസ് കുറേ പേര് നെഗറ്റീവ് പറയുന്നവർ കുറേ പേരുണ്ടായിരുന്നു, എൻ്റെ കളറിന് സാരി ചേരത്തില്ല അല്ലെങ്കിൽ എൻ്റെ ഒരു വണ്ണത്തിന് ചേരത്തില്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് കളറും ഇഷ്ടപ്പെട്ടു, ഞാൻ ഉടുത്തപ്പോഴും ഓക്കെ ആണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടബിൾ ആയിരുന്നു സാരി എനിക്ക്. ആൻഡ് ഈ അവിടുത്തെ മണ്ഡപത്തിൽ നമ്മൾ പോയപ്പോൾ ഉള്ള ഒരു കാഴ്ചകളാണ് ഇതൊക്കെ കാണുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈറ്റ് വെയ്റ്റ് പട്ട് സാരിയാണ്. മോൾക്ക് സ്കേർട്ട് ആൻഡ് ടോപ്പാണ് ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെഡിയായി. 1-2 ഫോട്ടോസ് അവിടെ പോയിട്ടും ഇവിടെ നിന്നിട്ടും ഒക്കെ എടുത്തു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സദ്യയ്ക്ക് കഴിക്കാനായിട്ട് സീറ്റ് കിട്ടി ഇരുന്നു. ട്രിവാൻഡ്രം സ്റ്റൈൽ സദ്യ ആയിരുന്നു. അപ്പോൾ സദ്യ കഴിക്കാനായിട്ട്, ട്രിവാൻഡ്രം സ്റ്റൈൽ സദ്യ കഴിക്കാനായിട്ട് മെയിനാണ് വേണ്ടത് കുറച്ച് സ്പീഡാണ്. ബിക്കോസ് കുറേ കറികളും കൂട്ടാനും ഒക്കെ ഉണ്ട്, പായസങ്ങളും ഒക്കെ വെറൈറ്റീസ് ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ പോയി ഇരുന്ന് കഴിച്ച സദ്യ. നല്ല സദ്യയായിരുന്നു. എല്ലാ കൂട്ടാനും, അച്ചാർ കുറേ വെറൈറ്റീസ് ഉണ്ട്, കിച്ചടി കൂട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ചോറ് വന്നു, പരിപ്പ് ഒഴിച്ചു. ഇനി കുറച്ചും കൂടെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് 1 സ്പൂൺ നെയ്യ് ഒഴിക്കാനാണ്. പരിപ്പും നെയ്യും ചോറും പപ്പടവും ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 1 ഡ്രോപ്പ് ഓഫ് നെയ്യാണ് അവിടെ നമുക്ക് ഈ വാഴയിലയുടെ തണ്ടിലാണ് അവരിങ്ങനെ ഒഴിച്ച് തരുന്നത്. അങ്ങനെ നെയ്യും കിട്ടി. അങ്ങനെ ഞാൻ പരിപ്പും വെച്ച് ചോറുണ്ടു. അടുത്തത് സാമ്പാറിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആണ്. എനിക്ക് ചോറ് ആക്ച്വലി വേണ്ടായിരുന്നു, പിന്നെ കുറച്ചൊരു ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് അങ്ങനെ കുറച്ച് ചോറ് മേടിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത്, പരിപ്പ് കഴിഞ്ഞിട്ടുള്ള അടുത്ത കറി നമുക്ക് കിട്ടുന്നത് സാമ്പാറാണ്. ഇത് കാണുമ്പോഴത്തേക്ക് അറിയാം ഞാൻ കുറേയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാറിന് ശേഷം ഫുൾ പായസത്തിൻ്റെ കളിയാണ്. നമുക്ക് അട പായസമാണ് കിട്ടുന്നത്. അത് പഴം കൂട്ടിയാണ് നമ്മൾ കഴിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്തിനാന്ന് എനിക്കറിയത്തില്ല, പപ്പടം തന്നു. മേ ബി അവർ കുറേ പപ്പടം ഉണ്ടായിരുന്നത് കൊണ്ടാണോ എന്നെനിക്കറിയത്തില്ല. എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ പപ്പടം തന്നത് കൊണ്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞില്ല. ചേട്ടന് വിഷമമാവില്ല, അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ല. പപ്പടം കൂട്ടി കുറേ പേര് പായസം കഴിക്കുന്നവരുണ്ട്, അപ്പോൾ അതിന് വേണ്ടി ആയിരിക്കും എന്ന് തോന്നുന്നു. പരിപ്പ് പായസമാണ് രണ്ടാമത് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പായസം എന്ന് പറയുന്നത് പാൽപ്പായസമാണ്. അതിൽ ബോളി വെച്ചിട്ട് നമ്മൾ പാൽപ്പായസം കഴിക്കും. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മളുടെ പായസങ്ങളുടെ ഇത് കഴിഞ്ഞു. നല്ല ബോളിയും പായസമൊക്കെ ആയിരുന്നു. ഞാൻ നന്നായിട്ട് എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുളിശ്ശേരിയാണ് വരുന്നത്. ഇത് ഞാൻ എന്തിനാണ് കൈ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രസത്തിന് വേണ്ടിയിട്ടാണ്. രസം, പിന്നെ അത് കഴിഞ്ഞിട്ട് അഗെയിൻ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് ഫൈനലി നമുക്ക് കിട്ടുന്നത് മോര്. നല്ല തിക്ക് മോരായിരുന്നു. എല്ലാം കഴിച്ചിട്ട് ഇതായിരുന്നു എൻ്റെ ഇലയുടെ അവസ്ഥ. കുറച്ച് കരിയേപ്പിലയും വേസ്റ്റും മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നുമില്ല. ഫുള്ളായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങോട്ടേക്ക് തന്നെ നമ്മൾ എല്ലാം അടക്കണം. ഇനിയും കുറേ ഊണുകൾ കഴിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചും കൊണ്ട്. സോ എൻ്റെ ഉത്രാട ദിനത്തിലുള്ള ചെറിയൊരു വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്